പേപ്പറല്ല അവിടെ വായിച്ചിട്ട് കറക്റ്റ് ആക്കി വെക്കണ്ടേ. ഇത് എന്ത് ഇത്? ഞാനാ. അതാ എനിക്ക് മനസ്സിലായി. അല്ല പിന്നെ ഇങ്ങനെ ആരെങ്കിലും പത്രം മടക്കി വെക്കും. ഇന്നലെ ക്ലീറ്റ് വെച്ചേട്ടൻ 2 പ്രാവശ്യം ഏട്ടനെ തിരക്കുന്നുണ്ടായിരുന്നു. എന്തായാലും നല്ലതിനായിരിക്കില്ല. പിന്നെ അതെങ്ങനെ അറിയാം? ഞാൻ ശർമ്മളെ ഞാൻ ഇറങ്ങി ശർമ്മളെ. ഇതേ വരുന്നു, ഇറങ്ങി അങ്ങോട്ട്. ചുമ്മാ ഞാനവിടുന്ന് വിളിക്കണ്ട. ഓ യമാരോട് എഴുന്നള്ളിയോ? എടാ നിന്റെ തനി സ്വരൂപം ഞാൻ ഇന്നലെ മനസ്സിലാക്കി കേട്ടാ. ഇങ്ങനെ ഒരു നികൃഷ്ട ജീവി ആവരുത് നീ. എന്താ ക്ലീറ്റ് ചേട്ടാ? ഇല്ലിമോളാ യവ ഇന്നലെ കാണിച്ചെന്താ അറിയാമോ? ഭൂലോക തെമ്മാടി. എന്താ എടീ ഇന്നലെ ആ ജഗത് ജംഗ്ഷനിൽ ഒരു തുണിക്കട ഉദ്ഘാടനം, ഞങ്ങളുടെ വി ഹെൽപ്പിന്റെ കൊട്ടേഷൻ. ഞാൻ കാര്യങ്ങളൊക്കെ ഗംഭീരമാക്കി വെച്ച് നമ്മുടെ സീരിയലിന്റെ ഒരു ശ്രീരമ്യായിരുന്നു ഉദ്ഘാടക. കരുതകളുടെ ശിങ്കാരിമേളം അവിടെ വന്ന് ജനം താടിച്ചുകൂടി. ശിങ്കാരിമേളം അവർ കൊട്ടി തുടങ്ങി. ആള് കൂടി ഗംഭീര പരിപാടിയായിട്ട് ഇരുന്നപ്പോൾ ഇവന്റെ കുറെ പോലീസുകാരും കൂടെ വന്നിട്ടല്ല ജനങ്ങളൊക്കെ വിരട്ടി ഓടിച്ചില്ല അകത്ത് പോകുന്നു പറഞ്ഞിട്ട് വേണ്ട അലങ്കോലമാക്കി കളഞ്ഞു. എടാ നീ കാര്യം അറിയാതെ സംസാരിക്കില്ലടാ. നീ പറഞ്ഞ അവിടെ എന്തോ ഒരു ബ്ലോക്ക് ഉണ്ടെന്ന് എനിക്ക് കണ്ടായിരുന്ന. ആ ശിങ്കാരിമേളക്കാർ എവിടെ നിന്നാ കുട്ടിയത്? കടയുടെ മുമ്പ് നിന്നാണ് കുട്ടിയത്? അല്ല, റോഡിൽ ഇറങ്ങിയത് കുട്ടി. അതിനെന്ത് സംഭവിച്ചു? ഫുൾ ബ്ലോക്കായി. ലില്ലിമേളെ ഒരു 10 മിനിറ്റിന്റെ കാര്യമുള്ളൂ. ഞാനിവനോട് പോയി പറഞ്ഞു, അളിയാ 10 മിനിറ്റിന്റെ പരിപാടിയുള്ളൂ, ഇപ്പൊ കഴിയും. ഇപ്പം ലേശം ഒന്നും വില തന്നില്ലല്ലോ. അവിടെ കൂടിയുന്ന ആൾക്കാർക്കൊക്കെ അറിയായിരുന്നു ഇവ എന്റെ അളിയനാണെന്ന്. ഞാൻ നാണം കെട്ട് പോയില്ലേ. പെട്ടെന്ന് കഴിയത്തില്ല. 10 മിനിറ്റത്തെ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ പിന്നെ ശരിയാക്കി എടുക്കാൻ മണിക്കൂറുകൾ എടുക്കും. CSR വിളിച്ച് പറഞ്ഞിട്ടാണ് ഞാൻ വരുന്നത്. ഓഫീസ് ടൈമാണ്. നീ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അളിയന് സൗകര്യം ഒരുക്കാനല്ല ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ജനങ്ങൾക്ക് അസൗകര്യം ഉണ്ടാകാൻ നോക്കണം. അതാണ് എന്റെ ഉത്തരവാദിത്വം. അയ്യോ, ജനങ്ങളെ സേവിക്കാൻ ഒരു മഹാൻ. ലില്ലിമേളെ പറഞ്ഞേട്ടാ, അവന് ജനങ്ങളാണ് വലുതെന്ന്. ഞാൻ വെറും പുല്ല്. അതെ, ഒരു ഉദ്യോഗസ്ഥൻ നിലയിൽ ഞാൻ ഒരു വിട്ടുവീഴ്ച ചെയ്യില്ല. ഡ്യൂട്ടിക്കിടയിൽ സ്വന്തം ബന്ധങ്ങൾ ഞാൻ നോക്കാറില്ല. നിനക്കറിയാലോ, പണ്ടറിയാലോ നിനക്ക്. അയ്യോ, ഒരു നീതിമാൻ വന്നേക്കണ്. ലില്ലിമോളെ ഇതെന്താണെന്നറിയാമോ? ഈ നീർക്കോലി വിളഞ്ഞ് പെട്ടെന്ന് പാമ്പായില്ലേ, ഇവൻ പെട്ടെന്ന് എസ് ആയി. അതിന്റെ ക്രിമിക്കൂത്താണിത്, ക്രിമിക്കൂത്ത്. വെറുതെ അല്ലേ, ഇത് അവൻ അസൂയാണ്. ഞാൻ ബി ഹെൽപ്പിലൂടെ രക്ഷപ്പെടുന്നത് കാണുമ്പോ അങ്ങനെ ഉണ്ടാകണ അസൂയാണ്. നീ ഒന്ന് രക്ഷപ്പെട്ട് കാണിക്കാം. ഞാൻ രക്ഷപ്പെടും, ഞാൻ രക്ഷപ്പെട്ട് കാണിക്കും. ഒരു തെണ്ടിയുടെ സഹായം അല്ലാതെ ഞാൻ രക്ഷപ്പെട്ട് കാണിക്കും. ആണല്ലോ, ആണല്ലോ, ആണ്. നീ കേട്ടല്ലോ. ഇനി ഒരു സഹായവും എന്നിൽ നീ പ്രതീക്ഷിക്കണ്ട. എടാ നീ ഇപ്പൊ കാണിക്കുന്ന അഹങ്കാരം എന്താണെന്നറിയാമോ? നീ SI ആയിട്ട് പൂജപ്പുരത്തന്നെ നിനക്ക് ചാർജ് കിട്ടിയതിന്റെ ആ അഹങ്കാരമാണ് നീ ഇപ്പൊ കാണിക്കുന്നത്. വേണ്ട, ക്ലീറ്റസ് മത്തായിക്ക് വെള്ളം ഇട്ടോണ്ട് ഇറങ്ങാൻ വലിയ സമയമൊന്നും വേണ്ട. നീ പറക്കും കാസർഗോട്ടേക്ക്. നീ പോടാ. ഇത് എന്റെ പെങ്ങൾ തങ്കം മെമ്പർ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വിശ്വസിച്ചേനെ. കാരണം അവള് മെമ്പറാണ്. നീ ഒരു പുല്ലും അല്ല എന്നുള്ളത് കഴിഞ്ഞ രാഷ്ട്രീയത്തോട് നമുക്ക് മനസ്സിലായി. കഴിഞ്ഞ വർഷം നമുക്ക് മനസ്സിലായല്ലോ. പെങ്ങള് നീ 1000 വട്ടം പറയുന്നുണ്ടല്ലോ. അതൊരു അംശമെങ്കിലും നിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നെങ്കിൽ ഈ തെമ്മാടിത്തരം കാണിക്കൂല. പെങ്ങള് കണ്ണീര് കുടിച്ചാലും അളിയൻ രക്ഷപ്പെടല്. അതാണ് നിന്റെ ഉള്ളിലിരിപ്പ്. നിന്റെ വെച്ചിട്ടുണ്ടാ ഞാൻ നിനക്ക്. നീ തരണേ വെച്ചിട്ടുണ്ട്. നീ ഏട്ടനൊന്ന് കണ്ണടക്കായിരുന്നു കേട്ടാ. പാവം ജീവിക്കാൻ വേണ്ടിട്ടല്ലേ ഈ കിടന്ന് ഓടണത്. ബാഗും തൂക്കി പോണണ്ടാ, സങ്കടാവും. അവൻ ജീവിക്കാൻ വേണ്ടി കണ്ണടച്ച എന്റെ ജീവിതം അവിടെ ഒരു പണിയില്ല ഒരുത്തിരിക്കണം. അവന്റെ അണ്ണാക്കിലെടുത്ത് ഈ കൊടുക്കും. അവൻ എന്തോ സന്തോഷത്തിന് എന്തോ കൊണ്ട് കൊടുത്തപ്പോൾ അവൻ തെറി വിളിച്ചിട്ട് പോണ. ഇതാണ് അവന്റെ സ്വഭാവം. ഓട്ട ദേഷ്യം വന്നാ പിന്നെ കണ്ണും മൂക്കും ഒന്നും കാണത്തില്ല. അത് നല്ലതല്ല. രാവിലെ ചൂട് വാർത്തകൾക്കൊപ്പം എന്താ കാര്യം? സന്തോഷത്തോടെ പിന്നെ വെറുതെ ഒന്നും കൊണ്ടുവരത്തില്ല. എന്താ കാര്യം? കഴിക്ക്, പറയാം. ഇന്നലെ ജഗതിയിലൊരു തുണിക്കടയുടെ ഉദ്ഘാടനം ഉണ്ടായിരുന്നില്ല നമ്മുടെ മച്ചമ്മയുടെ കെയർ ഓഫില്. അവിടെ വിതരണത്തിന് നല്ല ലഡുവാ. അച്ചമ്മയ്ക്ക് അത് ഷുഗർ ഉണ്ടോ? ചായ കുടിച്ചാലോ? ചേച്ചി ചായ പിന്നെ മതിയാ. നേതാക്കന്മാർ രണ്ടും കൂടെ എങ്ങോട്ട്? മുത്തുലക്ഷ്മിയുടെ കൈവിട്ട് കല്യാണ ഉദ്ഘാടനമാണ്. അതിന്റെ റിഹേഴ്സൽ കാണാൻ വേണ്ടി പോയാണ്. മുത്തുലക്ഷ്മിയായിട്ടുള്ള പണക്കൊക്കെ മാറി. കണക്കൊക്കെ തീർന്നോന്നോ? എന്റെ ആളിയാ കൈകൊട്ടി കളിയിൽ 12 പെണ്ണുങ്ങളുണ്ട്. 12 പെണ്ണുങ്ങൾക്ക് 1000 രൂപയുടെ സാരി, കസവ് സാരി. ആര്? നടരാജന്റെ വക.
ആ അടിപൊളി. ആറ്റുകാൽ പൊക്കാൽ സാരി വായിച്ച് കൊടുക്കാത്തതാണല്ലോ അവൻ എന്നെ പിണഞ്ഞത്. അത് ഇതിലൊക്കെ തീർന്നു. എനിക്ക് പറഞ്ഞ 1000 രൂപ തീരേണ്ട കേസ് ഇപ്പൊ 12,000 രൂപ തീർത്തു. വിടുക്കല്ലേ ഇവന് ഒരു മാറ്റവും ഇല്ലല്ലോ. ഇതൊക്കെ തന്നെ അളിയാ മാറ്റം. നല്ലതായ നിന്റെ കേസ്. അല്ല അളിയ എന്തുവിടെ? ഞാന് മെഡിക്കൽ കോളേജിൽ ഒരു ബൈസ്റ്റാൻഡർ കൊടുക്കാണ്ടായിരുന്നു. അപ്പൊ അതും കൊടുത്തിട്ട് വരണ വഴി മോന് തക്കടൂനെ അതിനൊന്ന് ഉടുപ്പ് നിക്കറും വേണമെന്ന് പറഞ്ഞു. ബൈസ്റ്റാൻഡർ ഒപ്പിക്കാൻ പെട്ട പാടെ കിട്ടണില്ല ആളെ. മൊത്തത്തില് തലവേദന പിടിച്ച പണിയാണ്. ഇപ്പൊ ഓഫീസിൽ തന്നെ വർക്കും കുറവ്. എല്ലായിടത്തും വർക്ക് കുറവാളിയാ പൊതുവെ മൊത്തത്തിലേ ഇല്ലേ? എല്ലായിടത്തും വർക്കില്ല. കാര്യമില്ല. എന്റെ വീട്ടിനടുത്താണെങ്കിൽ നല്ലൊരു കോളുണ്ട്. കോളോ? നല്ലൊരു കോളുണ്ട്. കോളുണ്ടെന്ന് എന്തോ കോള് പറ. എന്തോന്ന് കോള്? എന്റെ വീട് പുതിയ ഒരു പടക്കാരൻ താമസിക്കുന്നുണ്ട്. അയാളുടെ മോളെ കല്യാണമാണ്. മുട്ടിയാ നമുക്ക് വർക്ക് കിട്ടും. നിന്റെ വീടിന്റെ ജംഗ്ഷനിലുള്ള പുതിയ വീട് ഇന്നാൾ പാലുകാച്ച ഇന്ദുചൂട് മുതലാളി. ഓ അളിയാ ഇന്ദുചൂട് മുതലാളി. ഇവിടെ മുതലാളി അളിയാ അത് വലിയ കോളായിരിക്കും കേട്ടാ. കാര്യം അയാളെ പാലുകാച്ച തന്നെ ഭയങ്കര വർക്കായിരുന്നു. ആ വർക്ക് കിട്ടിയവനൊക്കെ നല്ലോണം പൈസ ഉണ്ടാക്കി. ആണാ? പിന്നെ അത് അവിടെ ഒരു വീട് വാലിയാച്ചിന് ബ്ലോക്കൊക്കെ റോഡ് ഇതാണ്. അതെ അളിയാ പിന്നെ ഇതിനകത്തൊരു ഐഡിയ ഉണ്ട്. അളിയന് ഈ വർക്ക് കിട്ടും. അതെങ്ങനെ? അളിയ കനകം പോലീസ് വിചാരിച്ചാൽ നടക്കും. ആ അളിയ ഈ ഇന്ദുഗുണം സാർ എന്ന് പറഞ്ഞാൽ കനക സാറിന്റെ ഏറ്റവും അടുത്ത ആളാ. അതായത് നമ്മുടെ പോലീസ് സ്റ്റേഷൻ ഫ്രണ്ടിലെ മറ്റേ ശാന്ത ചേച്ചിയുടെ വീട് കാറ്റത്ത് പൊളിഞ്ഞു പോയില്ലേ? ആ ചായക്കടയിട്ടിരിക്കും. അത് ഈ പോലീസുകാരെല്ലാം ആദ്യം ഫണ്ടൊക്കെ വെച്ച് ചെയ്തു കൊടുക്കാന്ന് പറഞ്ഞിരുന്നതാ. പക്ഷെ കനക സാറ് ഈ ഇന്ദുഗുണ സാറിനോട് പറഞ്ഞ ഈ സാർ മൊത്തം പൈസ മുടക്കി അത് അടിപൊളിയാക്കി കൊടുത്തിട്ടുണ്ട്. കനക സാർ വിചാരിച്ച ഈസി ആയിട്ട് നടക്കും. കനക സാർ പറഞ്ഞാൽ എന്ത് ചെയ്യും. കനക സാർ വിളിപ്പിച്ചാലോ? നടക്കൂല. എന്ത് ഞാൻ അവനായിട്ട് ഇന്ന് രാവിലെ കൂടെ ഉടക്കിയിട്ട് ഇറങ്ങിയത്. അളയ നിങ്ങൾ തമ്മിലുള്ള ഉടക്ക് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ലല്ലേ. അളയ കാര്യം കാണണമെങ്കിൽ കഴുതക്കാലം പിടിക്കണമെന്നാണ്. ഇത് അതുപോലെ അല്ല അളിയ. എന്തുവാണ് അളയ കുറച്ച് ഈഗോ ഒക്കെ അങ്ങ് വിടലിയാവ്. അളയ 10 പൈസ കിട്ടുന്ന പണിയല്ലേ. ഓക്കെ എടുക്കാൻ നോക്കുക. ഒന്നുമില്ലല്ലോ ഇപ്പൊ വർക്ക് ചൂണ്ടിക്കാണിച്ച് തന്നില്ലേ അവനെ ഇറത്തുകൂലി കൊടുത്താൽ മതി. കമ്മീഷനാ ഒറ്റ ആടി ഞാൻ വെച്ചു കേട്ടല്ലോ. കമ്മീഷൻ പോലും എടേ ഇത് ആദ്യം ഇത് വർക്ക് കിട്ടിയോ? സംസാരിച്ചല്ലേ ഉള്ളു. അതിനു മുമ്പ് കമ്മീഷൻ തരണോ? എവിടെങ്ങനാ നീ? വേണ്ട, ആ കേസ് ഞാനങ്ങ് വിട്ടത്. അത് നടക്കുമെന്ന് തോന്നല്ല. അത് വേണ്ട. ശരി പിന്നെ വേണ്ടെങ്കിൽ വേണ്ട. പാളിയന് വേണ്ട. ഇപ്പൊ നമുക്കിപ്പോ എന്ത് നിർബന്ധം? നീ വാ ശരിയപ്പോ. ഓ നിങ്ങളൊന്ന് മുട്ടി നോക്കാം. വെറുതെ വഴക്കിടണ്ടായിരുന്നു. നിങ്ങളെ അളിയൻ വന്നില്ലേ? എന്തിനിപ്പോ അളിയനെ അന്വേഷിക്കുന്നത്? രാവിലെ തന്നെ ബാക്കി തുടങ്ങാനാണോ? രാവിലെ എന്ത് ബാക്കി? ക്ലീറ്റോ ചേട്ടാ, രാവിലെ ഇവിടെ ഉണ്ടാക്കിയ പുകിലൊന്നും മറന്നുപോയാ? അയ്യേ അതെന്താ? അത് ഞങ്ങൾ വെറുതെ 1-2 കൊച്ചു വർത്താനം പറഞ്ഞല്ലേ. ഓ ഇതാണോ കൊച്ചു വർത്താനം? ഞാൻ പറഞ്ഞതിന് ഒരു കാരണം ഉണ്ടായിരുന്നല്ലോ. എന്ത് കാരണം? അത് വിട്. ഇനിയിപ്പം നമ്മൾ എന്തിനാ ഇതിനെ കുറിച്ച് അളി എത്തിയില്ല? ഇല്ല, വന്നില്ല. ഇപ്പൊ വരും. വരുമ്പോഴേ നല്ല ചിക്കൻ പുരട്ടും പൊറോട്ട അളിയന് കൊടുക്ക്. രാവിലെ കൊല്ലാൻ നോക്കിയാട് ഇപ്പൊ തീറ്റ കൊടുത്ത് വളർത്താൻ നോക്കുന്നു. ഇതിനകത്ത് വല്ല വിഷവും ചേർത്തിട്ടുണ്ടോ? ഒന്ന് പോവിടുന്ന്. ചുമ്മാ അതൊന്നും പറയല്ലേ. ഞാനീ വരുന്ന വഴിക്ക് ആ സുമാറിൻ്റെ കടയിൽ അങ്ങനെ ചിക്കൻ പുരട്ടും പൊറോട്ട അടിച്ച് നല്ല മണം. അങ്ങനെ ഞാൻ ഒരെണ്ണം വാങ്ങിയ സാമ്പിൾ കഴിച്ച്. അപ്പം അല്ലേ നീ പെട്ടെന്ന് ഓർമ്മ വന്ന അളിയന് ചിക്കൻ പുരട്ടും പൊറോട്ട ഭയങ്കര ഇഷ്ടമാണല്ലോ. അവന് കൊടുക്കുന്നത് അമ്പൻ കോളത്തെ ലക്ഷണമാണല്ലോ. കോള് ഒത്തില്ല. ഏതാണ്ട് കോളിങ്ങനെ വന്ന് ഇങ്ങനെ അടുത്ത് നിൽക്കുകയാണ്. ഒന്ന് എത്തിപ്പിടിക്കണം. എത്തി അങ്ങ് പിടിക്കേ. അങ്ങനെ പറ്റൂലല്ലേ മോളെ. അത് ഞാൻ ഒറ്റയ്ക്ക് പിടിച്ചാൽ പറ്റൂല. അത് വേറൊരാളും കൂടെ വിചാരിച്ചാലേ അത് പിടിക്കാൻ പറ്റും. എന്നാ അയാളെ കൊണ്ടുപോയി പിടിക്കണം. പക്ഷേ അയാളും ഞാനുമായിട്ട് ചെറിയൊരു തെറ്റല് ആണ്. ഈ ക്ലീറ്റോ ചേട്ടൻ എല്ലാവരുമായിട്ട് ഈ തെറ്റല്ലേ ഉള്ളു. അതൊക്കെ പ്രശ്നം സോൾവ് ആക്കി പോയി പിടിക്കാൻ നോക്ക് വർക്ക്. അല്ല, പക്ഷെ ആള് അങ്ങനെ ഇങ്ങനെ പെട്ടെന്ന് അടുക്കൂല. അതാണ്. അതാരാ? അടി കനക. അതെ, ഞാൻ ഇവിടെ നമ്മുടെ നടരാജന്റെ വീട്ടിന്റെ അടുത്ത് ഇന്ദുചൂടൻ എന്ന് പറഞ്ഞൊരു മുതലാളി ഉണ്ട്. എൻ്റെ മോളുടെ കല്യാണമാണ്.
നല്ല വലിയ പരിപാടിയാണ്. അപ്പോൾ അളിയനും അയാളുമായിട്ട് ഭയങ്കര ടേംസാണ്. അപ്പോൾ അളിയൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ വരവ് നമുക്ക് കിട്ടുവേ. ഈ പൊറോട്ടയും ചിക്കൻ പെരട്ടും അളിയന് കൊടുത്ത് അളിയനോട് എങ്ങനെയെങ്കിലും നീ അവതരിപ്പിക്കുന്നു. ഈ പൊറോട്ടയും പെരട്ടും ഈ അടുപ്പിൽ വേവില്ല ക്ലീറ്റോ ചേട്ടാ. പിടി 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 മോളെ അങ്ങനെ പറയല്ലേ. പിടിച്ചിട്ട് വരും. അതെ, നീ കൊടുത്തൊന്നും എങ്ങനെയെങ്കിലും ഒന്ന് സംസാരിച്ചാൽ നടക്കുമോ? എന്നിട്ടാണ് ഈ രാവിലെ ഇത്രയും ബഹളം ഉണ്ടാക്കിയിട്ട് പോയത്. അപ്പൊ ആലോചിക്കണ്ടായിരുന്നു വായുതൊന്നും ഓരോ വിവരക്കേടും വിളിച്ച് പറഞ്ഞിട്ട്. ഈ കർത്താവിനാണ് അതൊന്നും മനസ്സിൽ വെച്ചിട്ട് പറഞ്ഞൊന്നും അല്ല. അതൊക്കെ വെറുതെ മാവിലിങ്ങനെ എന്തോ വന്നത്, വെറുതെ ഒരു രസത്തിന് അങ്ങനെ പറഞ്ഞു പോയതല്ലേ. ഞാൻ മനസ്സിൽ വെച്ചോണ്ട് പറയും, എനിക്കിത് വാങ്ങിച്ചോണ്ട് വരുമോ? എനിക്ക് അവൻ്റെ അടുത്തുള്ള ഇഷ്ടം കൊണ്ടല്ലേ. അവന് പൊറോട്ടയും ഈ ചിക്കൻ പെരട്ടും ഭയങ്കര ഇഷ്ടമാണെന്ന് എനിക്ക് അറിയാവുന്നുള്ളതല്ലേ ഞാനത് വാങ്ങിച്ചോണ്ട് വന്നത്. ഇതിപ്പോ എനിക്ക് പറയാൻ പറ്റത്തില്ല ക്ലീറ്റോ ചേട്ടാ. ക്ലീറ്റോ ചേട്ടൻ പറഞ്ഞെങ്കിൽ നേരിട്ട് അങ്ങ് പറഞ്ഞോ. ഞാൻ എന്നും ഈ ഹോം നേഴ്സിനെ സപ്ലൈ ചെയ്ത് ഈ ലോക്കൽ പൊറോട്ട അടിക്കാരെയൊക്കെ കൊടുത്ത് എൻ്റെ വി ഹെൽപ്പ് ഇങ്ങനെ താഴോട്ട് പോട്ടേന്ന്. എൻ്റെ വി ഹെൽപ്പ് ഒരു നല്ല നിലയിൽ എത്തണമെന്നും ഒരു നല്ല വർക്ക് ചെയ്ത് സമൂഹത്തിൽ ഒരു പേരും ഒരു വിലയും നിലയും ഉണ്ടാക്കണമെന്ന് നിനക്ക് ആഗ്രഹമില്ലേ ലില്ലി മോളെ? എന്റെ ക്ലീറ്റോ ചേട്ടൻ എന്തൊക്കെ പറഞ്ഞാലും നടക്കത്തില്ല. ക്ലീറ്റോ ചേട്ടനാണ് ഇത് കൊണ്ടുവന്നെന്ന് അറിഞ്ഞാൽ ഏട്ടൻ കഴിക്കത്തില്ല. എന്നൊരു കാര്യം ചെയ്യും, ഞാൻ കൊണ്ടുവന്നതാണെന്ന് പറയണ്ട. അളിയനെ ഇത് സമാധാനത്തിൽ ഇരുന്ന് ഇത് കഴിച്ച് പഞ്ചത്തിൽ നീ ഒന്ന് പറഞ്ഞാൽ മതി. കഴിച്ച് കഴിഞ്ഞു അവിടെ തന്നെ ഛർദ്ദിച്ചിടും. ലില്ലി മോളെ, ഇതവന് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണമാണ്. ഭക്ഷണം ഇഷ്ടമുള്ളവർ കൊടുത്തു കഴിഞ്ഞാൽ അവർ പറയണത് എന്തും കേൾക്കുമെന്നാണ്. നീ പറഞ്ഞാൽ നടക്കും. എന്റെ ക്ലീറ്റോ ചേട്ടൻ രാവിലെ വഴക്കിട്ട് പോയില്ലേ, അപ്പൊ മുഖം ഇങ്ങനെ വീർത്ത് കെട്ടിക്കൊണ്ടാ ഏട്ടൻ പോയത്. തിരിച്ചു വരുമ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും. നടക്കത്തില്ല. ഒരു കാര്യം ചെയ്യും, ഇന്ന് കൊടുക്കണ്ട. അളിയ ഒന്ന് കിടന്നുറങ്ങി നാളെ രാവിലെ തല കുറച്ചൊന്ന് തണുത്ത് അങ്ങനെ സമാധാനമായിട്ട് എണീറ്റ് കാപ്പി കുടിക്കാൻ വരുമ്പോൾ മോളിതൊന്ന് ആവി കയറ്റി ആ ആവിയോടുകൂടി അവന് മുമ്പ് കൊണ്ട് വെച്ചോട്. എന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് നൈസായിട്ട് എൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. എപ്പോഴും ഇങ്ങനെ വീക്ക്നെസ് കയറി പിടിക്കും. നിങ്ങൾ രണ്ടുപേരും കണക്കാണ്, അച്ചാച്ചനും ക്ലീറ്റോ ചേട്ടനും. അതൊക്കെ നമുക്ക് ഉള്ളിൽ സ്നേഹമുള്ളതുകൊണ്ടല്ലേ കേൾക്കുന്നത്. എന്തെങ്കിലും മനസ്സിൽ വെച്ച് പറയണ നീ വിചാരിച്ച നടക്കില്ലേ മോളെ? നടക്കും. പറഞ്ഞു നോക്കട്ടെ, പറഞ്ഞു നോക്കാം. അധിക പ്രതീക്ഷയൊന്നും വെക്കണ്ട. അങ്ങനെ പറയരുത്, നെഗറ്റീവ് അടിക്കല്ലേ. പോസിറ്റീവായിട്ട് ചിന്തിക്കും. എനിക്ക് പറ്റും, ഐ ക്യാൻ അങ്ങനെ പറയും. എന്നിട്ട് ശ്രമിച്ചാൽ നടക്കും. ആത്മവിശ്വാസം, കോൺഫിഡൻസ്. നടക്കും. മനസ്സിലിട്ടോ? എനിക്കുള്ളതുണ്ടോ അതില്? ഉണ്ട്. കഴിച്ചോ, നല്ലതാ. വന്നു ചിക്കൻ പെരട്ട് സുകുമാരൻ ചേട്ടന്റെ കടയല്ലേ? അതെ. അത് മാത്രല്ല, അതെ. ഒപ്പോ ചിക്കൻ പെരട്ടും പൊറോട്ടയും എന്നിട്ട് എവിടെ വാങ്ങിയത്? ആരുണ്ടെന്ന്? എന്ത് പറ്റാൻ, ഏട്ടന് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ വാങ്ങിച്ച് ഡാൻസ് ക്ലാസ്സിൽ നിന്ന് വരുന്ന വഴിക്ക്. നീ ടേസ്റ്റ് നോക്കിയായിരുന്നോ? ഞാൻ കഴിച്ചോളാം. ടേസ്റ്റ് നോക്ക്. ഞാൻ കഴിച്ചോളാം. 2 പൊതി വാങ്ങിച്ച് ഒരെണ്ണം ക്ലീറ്റോ ചേട്ടനും കൊടുത്ത്. അവിടെ ചെന്നപ്പോ ക്ലീറ്റോ ചേട്ടൻ പറയാ, അയ്യോ കനകന് പൊറോട്ടയും ഇന്ന് ഈ ചിക്കൻ പെരട്ടും എന്തൊരു ഇഷ്ടമാണ്. എന്താ പിന്നെ ദഹിക്കൂല? ഓ പിന്നെ നിനക്ക് വേറെ കാര്യം അറിയാമോ? ഞങ്ങള് ചില ദിവസങ്ങളിൽ ചെക്കിങ്ങിന് ആ ജംഗ്ഷനിൽ നിൽക്കും. ആ ജംഗ്ഷനിൽ നിൽക്കുമ്പോൾ ഒരു 10-10:30 മണിയൊക്കെ ആവുന്ന സമയത്ത് ഇങ്ങനെ ഒരു മണം വരും. അപ്പൊ ഞങ്ങൾ തിരിഞ്ഞിങ്ങനെ നോക്കും. അപ്പൊ സുഭാൻ ചേട്ടൻ അറിയാം ചെല്ലുന്നുള്ളത് അറിയാം. എന്തായാലും അവിടെ കൊടുത്തല്ലോ എണ്ണ കൊടുത്തു വന്ന കൊള്ളാല്ലേ? പൊളി. ഒറ്റ കുഴപ്പമുള്ളൂ, അവൻ ഈ കൊള്ളാന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് ദഹിക്കില്ലേ ഉള്ളൂ. എന്തുവാണ് കേട്ടാ, രാവിലെ ഏതാണ്ടോ പറഞ്ഞെന്ന് വേണ്ട അത് മനസ്സിൽ വെച്ചോണ്ടിരിക്കുകയാണ്. ക്ലീറ്റോ ചേട്ടൻ അത് അപ്പോഴേ വിട്ടാ അവന് കൊള്ളാം. എന്റെ അടുത്താണ് കളി. അത്രക്കൊന്നും അങ്ങോട്ട് വാശി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാൽ ശരി തന്നെ എന്റെ മനസ്സിൽ കിടക്കുന്ന ചില കാര്യങ്ങൾ കിടപ്പുണ്ട്. എന്തുവേട്ടെ ഇത്ര എന്തിനാ വാശി വെക്കുന്നത്? ഇപ്പൊ രാത്രി എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ആരാ ഓടി വരാനുള്ളത്? ക്ലീറ്റോ ചേട്ടനല്ലേ? അവൻ ഓടി വരണ്ട. ഞാനേ ഫോൺ എടുത്തൊന്ന് കുത്തിയാൽ മതി, അപ്പൊ സിറ്റി പോലീസ് മൊത്തം ഇങ്ങ് വരും. പിന്നെ വാ ഈ വയറ്റിപ്പാക്ക് എന്ന് പറയുന്നത് ഭയങ്കര സംഭവമാണ്. ഈടോ
ഇങ്ങോട്ട് തുറന്നു വെച്ചാലോടോ, ഇരിക്കടോ. നല്ല സമയത്താണല്ലോ. നല്ല പൊറോട്ടയും ചിക്കൻ വരട്ടും വാ കഴിക്കാം. സുമാരൻ്റെ കടല ഇരിടാ. ഇല്ല വേണ്ട, ഇത് എന്റെ പങ്ക് താഴെ ഉണ്ട്. ഞാൻ അവിടെ ചായ കുടിക്കാൻ കയറി സുമാരൻ ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു ക്ലീറ്റോ ചേട്ടൻ 2 പൊതി മേടിച്ചോണ്ട് വന്നത്. എന്തിന് കള്ളം പറഞ്ഞ എന്തിനാ? ഇപ്പൊ ആര് വാങ്ങിച്ചാൽ എന്താ, ഏട്ടന് ഇഷ്ടമുള്ളതല്ലേ, കഴിക്ക്. കഴിക്കാം. പക്ഷെ ഇതിന്റെ പൈസ ഞാൻ തരും. നീ അത് കൃത്യമായിട്ട് അവൻ്റെ കൊണ്ട് കൊടുത്തേക്കണം. എന്തിനാ അച്ചാച്ച പറഞ്ഞത്? അച്ചാച്ചൻ കൊടുത്ത ലഡു രാവിലെ ഏട്ടൻ തിന്നായിരുന്നാ? അത് തുപ്പിക്കളഞ്ഞില്ലേ? ആ ആളോടാണ് ഇത് വന്ന് വിളമ്പിയത്. ഇപ്പൊ പൊറോട്ടയും ചിക്കൻ വരട്ട് മേടിച്ചോണ്ട് കൊടുത്തതിനകത്ത് ഇങ്ങനൊരു നാടകം ഉണ്ടെന്ന് ഞാൻ അറിയുന്നു. പുള്ളിക്കാരൻ ഇപ്പോഴും ആ കലിപ്പിൽ തന്നെ. അതുകൊണ്ടാണല്ലോ ഇതിന്റെ പൈസ എൻ്റെ തന്നത്. മര്യാദയ്ക്ക് അങ്ങ് പോയാൽ മതിയായിരുന്നു. ഏത് നേരത്താണോ എനിക്ക് വഴക്കിടാൻ തോന്നിയത്? ഏത് നേരത്തും വഴക്കാണല്ലോ. അതുകൊണ്ട് ഇനി വഴക്കിന്റെ കാര്യത്തിൽ നേരത്തെ കുറ്റം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. വല്ല ചെറിയ കൊട്ടേഷൻ ആയിരുന്നെങ്കിൽ ഞാനങ്ങ് കളഞ്ഞേനെ. ഇത് ഗംഭീര പരിപാടി. കിട്ടിയ ഊട്ടിയാണ്. ഊട്ടി വെച്ചാണ് കല്യാണം? ഊട്ടി വെച്ചാണ് കല്യാണം? പിന്നെ എന്തെങ്കിലും പറയണം, മനസ്സിലാക്കും. ഒരു വലിയ കൊട്ടേഷനാണെന്ന് കിട്ടിയ ലക്ഷങ്ങൾ പോക്കറ്റിരിക്കും. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. എങ്കിൽ പിന്നെ ഒന്നും നോക്കാനില്ല, നേരിട്ട് പോയി കണ്ട് കാര്യം പറയാം. കാല് പിടിക്കണമെങ്കിൽ കാല് പിടിക്കണം. ഞാനങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അളിയനെ പോയി കണ്ടിട്ട് ഒന്ന് അവതരിപ്പിക്കാം. കാല് പിടിക്കേണ്ടി വന്നാൽ കാലും പിടിക്കാം. അയ്യേ, ഞാൻ പറഞ്ഞത് ഈ കാല് പിടിക്കാനല്ല, ആ മോലാളിയുടെ കാല് പോയി പിടിക്കാൻ. മച്ചമ്മ ഇന്ന് കനമച്ചമ്മയുടെ കാല് പിടിക്കുകയാണെങ്കിൽ അങ്ങനെ ആ കാല് വെച്ച് ഈ തോളെ ചോട്ടി തല കയറി നേരങ്ങും. മറ്റേ മംഗലശ്ശേരി നീലകണ്ഠ മോലാളിയില്ലേ, അങ്ങനെ പോയി കണ്ട് കാല് പോലെ പറ. വേണേ കാല് പിടിക്ക്. പോയാലൊരു വാക്ക് കിട്ടിയാലൊരു വർക്ക്. കാല് പിടിക്കല്ലേ? പിന്നല്ലാതെ കാര്യം കാല് പിടിച്ച് എങ്ങനെയല്ലേ വർക്ക് കിട്ടിയ മച്ചമ്പി ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്തായാലും ഈ മോലാളിയുടെ കല്യാണത്തിന് കാരണം മച്ചമ്പി വരുമല്ലോ. പുള്ളിക്കാരൻ വരുമ്പോൾ ഫുള്ള് കൺട്രോള്, സഫാരി സ്യൂട്ടൊക്കെ ഇട്ടിട്ട് ആ കോഡ്ലെസ്സും പിടിച്ചിട്ട് കൂളിംഗ് ഗ്ലാസും വെച്ചിട്ട് ഇങ്ങനെ ഓഡിറ്റോറിയത്തിൽ ഓടി നടക്കുന്നത് കാണണം. എനിക്കുള്ള പൊറോട്ട ചിക്കൻ പറ്റും. എനിക്ക് മേടിച്ച പൊറോട്ട ചിക്കൻ പറ്റും. അടുക്കളയുണ്ട്. താങ്ക്സ്. എന്താ വെച്ചാൽ കനകൻ തന്ന പൈസ എന്ത് ചെയ്തു? അത് ഞാൻ മച്ചമ്പി കാണാതെ അങ്ങനെ ഇല്ലിപ്പെണ്ണ് കൊടുത്തു. അയ്യേ, ആ പൈസ മേടിക്കുന്ന മോശമല്ലേ. എത്ര വന്നാ? 300. വഴിമുട്ടി എന്നപ്പോ ഇതേപോലെ ഐഡിയ പറഞ്ഞു തരുന്നതിന് എത്ര പൈസ എന്റെ പോക്കറ്റ് വെച്ച് തന്നാൽ വെക്കും. കാര്യമായിട്ട് ഈ സ്ഥലത്ത് മച്ചമ്പി കേട്ട് ചക്കരയാ. അടിപൊളി. സാർ നമസ്കാരം. ആരാ? അല്ലേ ഇന്ദുചൂടൻ സാറ്? സാർ പുറത്തു വരികയാണ്. ഞാൻ സാറിന്റെ മാനേജറാണ്. എന്താ കാര്യം? സാർ എപ്പോൾ വരും എന്നറിയോ? സാർ കുറച്ച് കഴിയും. എന്തൊരു മീറ്റിംഗ് ഉണ്ട്, കഴിഞ്ഞിട്ട് വരുന്നാ പറഞ്ഞേ. സാറിന്റെ പേര്? എൻ്റെ പേര് വിജേഷ്. സാറേ, മോളുടെ കല്യാണമായി എന്നറിഞ്ഞു. അതെ അതെ. ഞാൻ ഇവിടെ ഒരു ഈവന്റ് കമ്പനിയൊക്കെ നടത്തുന്നുണ്ട്. ഇവിടുത്തെ ഒരുപാട് വലിയ കല്യാണങ്ങളൊക്കെ ഞാനാ നടത്തി. അന്വേഷിച്ച് അറിയാൻ പറ്റും. അപ്പോ സാറിന്റെ മോളുടെ കല്യാണത്തിന്റെ ആ വർക്ക് എനിക്ക് തരുവാണെങ്കിൽ ഞാനത് ഗ്രാൻഡായിട്ട് നടത്തി കൊടുക്കാം. അതൊന്ന് സാറിനെ കണ്ട് സംസാരിക്കാൻ വേണ്ടി വന്നതാ. സോറി മിസ്റ്റർ, അത് വർക്ക് വേറൊരു പാർട്ടിക്ക് കൊടുത്തു കഴിഞ്ഞു. സാർ ഇപ്പോൾ എനിക്ക് എന്നെ വിളിച്ച് പറഞ്ഞതാണ് ഇപ്പൊ അവരൊന്ന് വിളിക്കാൻ വേണ്ടിയിട്ടേ. അതിന് വേണ്ടി ഞാൻ ഡയൽ ചെയ്ത് ഇറങ്ങിയപ്പോഴാണ് സാർ വന്നത്. അല്ല, ഞാനൊന്ന് സാറുമായിട്ട് സംസാരിച്ച് നോക്കിയാൽ നടക്കുമായിരിക്കുമോ? എനിക്ക് തോന്നുന്നില്ല. കാരണം ചോദിച്ചാൽ ഓൾറെഡി സാർ അത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. അല്ല, വിനീഷ് സാറിന്റെ മാനേജറല്ലേ, സാറൊന്ന് സംസാരിക്കും. ഞാൻ സാറിനെ കാണേണ്ട പോലെ കാണാം. സാറിന്റെ തീരുമാനം അയ്യോ അതൊന്നും വേണ്ട. പക്ഷെ സാറിന്റെ തീരുമാനങ്ങളെല്ലാം സാറ് തന്നെയാണ് എടുക്കുന്നത്. പക്ഷെ അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഇപ്പൊ ഇന്നാ സെറ്റായത്? അതെ, സാർ ഫിക്സ് ചെയ്തിട്ട് എന്നോട് പറഞ്ഞു. ഞാനിപ്പോൾ അവരെ വിളിക്കാൻ വേണ്ടിയിട്ടാണ് ഫോൺ എടുത്തത്. ഞാൻ കുറച്ചുകൂടി നേരത്തെ വരാൻ നിന്നതാണ്. അപ്പോഴേക്കും ചെറിയ 1-2 വേറെ തിരക്കായിപ്പോയി. ഞാൻ നിന്നൊന്ന് സാറിനെ കാണാൻ വെയിറ്റ് ചെയ്യണോ? നിങ്ങൾക്ക് വേണമെങ്കിൽ നിൽക്കാം, പക്ഷെ നിന്നിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നു സാർ ഓൾറെഡി ഫിക്സ് ചെയ്തിട്ടുണ്ട്.
പാർട്ടിയുടെ നമ്പറും എനിക്ക് തന്നു. അപ്പോൾ നിന്നിട്ട് കണ്ടിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. വേണമെങ്കിൽ നിന്ന് നോക്കാം, പക്ഷെ കാര്യം ഉണ്ടാവാൻ സാധ്യതയില്ല. സാറിന് ഇതല്ലാതെ വേറെ കെട്ടിക്കാൻ ഇനി ഇല്ല കുട്ടികളില്ല? ഇല്ല, സാറിന് ഒരു മോളേ ഉള്ളൂ. ഹലോ, ഹലോ, ക്ലീറ്റസ് മത്തായി. അതെ, ലേറ്റസ്റ്റ് മത്തായി. ഇത് നിങ്ങളുടെ നമ്പറാണോ? എന്റെ നമ്പറാണ്. ഓ, എന്നെ വിളിക്കുന്നത്? സാറിന്റെ ഫ്രണ്ടാണ് ഇവിടുത്തെ SHO ആ കനകൻ സാർ. ആ, അപ്പോ പുള്ളിയുടെ അളിയനെയാണ് ഇതിന്റെ വർക്കെല്ലാം ഏൽപ്പിച്ചിരിക്കുന്നത്. അളിയൻ തന്നെ ഞാൻ. ആണോ? ഞാൻ തന്നെ ക്ലീറ്റസ് മത്തായി. എന്റെ അളിയനാണ് കനകൻ. എന്റെ പെങ്ങളെയാണ് അളിയൻ കെട്ടിക്കണ. അളിയന്റെ കനക അളിയന്റെ പെങ്ങളെയാണ് ഞാൻ കെട്ടിക്കണ. ഞങ്ങൾ അങ്ങനെ അളിയന്മാരാണ്. ഓഹോ, ഇവന്റ് എന്റേതാണ്. അപ്പൊ അതാണ് വിളിക്കാൻ പറഞ്ഞ. അതെ അതെ. അപ്പൊ വാ, നമുക്ക് അകത്തേക്ക് സംസാരിക്കാം. വാ. വരൂ വരൂ വരൂ, ഭാഗത്തിരിക്കാം. വാ, കുഴപ്പമില്ല, വന്നോളൂ. എന്നാലും എന്റെ അളിയ. ലില്ലിമോളെ, ലില്ലിമോളെ, ലില്ലി. അവളിവിടെ ഇല്ല. ആ, അതെന്തായാലും നന്നായി. കട്ടച്ചക്കുഴി സുകുമാരന്റെ കടയില് നല്ല ചിക്കൻ പെരട്ടും ചൂട് പൊറോട്ടയും. നിന്റെ വീക്ക്നെസ് ആണെന്ന് എനിക്കറിയാം. അല്ല, അതെ, അതിന്റെ പൈസ ഒന്നും തന്നുകളല്ലേ അളിയാ. Aliens.